കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കാണാനിടയായി. ഒരു പൊതു ഇടത്ത് വെച്ചാണ്. ആ കുട്ടി ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സമയം. ഇടയ്ക്ക് എപ്പോഴോ ഭക്ഷണം കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ മറ്റോ അതിന്റെ അച്ഛൻ അതിന്റെ കയ്യിൽ നിന്ന് ഫോണൊന്ന് വാങ്ങി. പെട്ടെന്ന് ഈ കുട്ടി കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ശരിക്കും ഒരു ഡ്രഗ് അഡിക്റ്റ് അല്ലെങ്കിൽ ഒരു മദ്യപാനി അത് കിട്ടാതെ ആകുമ്പോൾ കാണിക്കുന്ന വിഡ്രോവൽ സിംറ്റം പോലെ തന്നെയായിരുന്നു. അതെ, ഇതൊരു തരം അഡിക്ഷനാണ്. കുട്ടികൾക്ക് അതിൽ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് ഫോൺ കൊടുക്കുന്നത്? അത് എത്ര അറിവുള്ളവർ എത്ര പ്രാവശ്യം പറഞ്ഞാലും, അത് റീലായോ വീഡിയോ ആയോ എത്ര ലക്ഷം പ്രാവശ്യം കണ്ടാലും നിങ്ങൾ വീണ്ടും എന്തിനാണ് നിങ്ങളുടെ മക്കൾക്ക് ഫോൺ കൊടുക്കുന്നത്? ഇത് ഞാൻ ഒരു അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ അവൻ വല്ലതും കഴിക്കണ്ടേ എന്നാണ്. ആദ്യം ഇത് വെറും നിസ്സാരമാണെന്നും ഒരു ഉപദ്രവകാരി അല്ലെന്നും തോന്നുമെങ്കിൽ ഇത് മൊത്തത്തിൽ അവളുടെ തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെ ബ്രെയിൻ അഡിക്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പിന്നെ ഒരു കാര്യം, കൂടുതലും ഈ കുട്ടികൾ ഇതിനകത്ത് ഗെയിംസ് ആണ് കളിക്കുന്നത്. അവരെ അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്താൽ ഈ അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ അവർ എന്ത് നുണ പറഞ്ഞും ഇവർ ഈ ഗെയിമിൽ എത്തിപ്പെടും. ഫോൺ എടുക്കും, ഗെയിമിലെത്തും, അതിന് ഷാഠ്യം കാണിക്കാം, വാശി കാണിക്കാം, എന്തിന് ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കുന്നു ഈ 4-5 വയസ്സുള്ള കുട്ടികൾ. ഇതിനെ തന്നെയാണ് നമ്മൾ ഈ അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത്. വേറൊരു കാര്യം അറിയാമോ? ഇതിനകത്തൊക്കെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഈ ഫോൺ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂൾ എന്നുള്ളത് ഒരു ബോറടിക്കുന്ന സ്ഥലമായി മാറും. നമ്മളോട് വർത്താനം പറയുന്നത് ഒരു സ്ലോ റണ്ണിങ് മൂവി പോലെ, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു രസമില്ലാത്ത കാര്യമായി കാണും. കാരണം അവർക്ക് കിട്ടുന്നത് ഈ ഗെയിം കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻസ്റ്റന്റ് വിജയങ്ങളാണ്, പെട്ടെന്ന് കിട്ടുന്ന സമ്മാനങ്ങളാണ്. റിയൽ ലൈഫിലുള്ള പുറത്തുള്ള മറ്റെന്തിനെങ്കിലും ഉള്ള മത്സരങ്ങളിലോ അല്ലാതെയോ ഉള്ള സമ്മാനങ്ങൾ അവർക്കൊരു വിലയില്ലാതായി പോകുന്നു. പിന്നെ ഗെയിം എന്ന് പറയുന്ന ഒരു എസ്കേപ്പ് ആണ്. അത് വേറൊരു ലോകത്തേക്ക് അവരെ ട്രാൻസ്ഫോം ചെയ്യാണ്, അല്ലെ? ശരിക്കുമുള്ള ജീവിതത്തിൽ ഒരു ഇമാജിനേഷൻ, എന്തെങ്കിലും ഒന്ന് സങ്കല്പിക്കാൻ, സങ്കല്പിച്ചൊരു കഥ എഴുതാൻ, ഒരു കഥ പറയാൻ ഒന്നും പറ്റാറില്ല. ഇതൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളായിട്ട് ഫോൺ കൊടുത്ത് നശിപ്പിക്കുന്നതാണ്. അതും ചെറിയ പ്രായത്തിൽ. നിങ്ങൾ 18 വയസ്സിൽ കണ്ട കാര്യങ്ങൾ അവൻ 8 വയസ്സിൽ കാണണോ? അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ ഫോണിനകത്ത് എല്ലായിടത്തും ആക്സസ് ഉണ്ട്. 90% പേരൻസിനും പാരന്റൽ ലോക്ക് ഇടാനൊന്നും അറിയില്ല. എന്നാലും കുട്ടികളുടെ കയ്യിൽ ഫോണാണ്. എവിടെ ചെന്നാലും എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം ഇപ്പോഴത്തെ ഈ കുഞ്ഞു കുട്ടികളുടെ കയ്യിലുള്ള ഫോണാണ്. അത് മാത്രം കണ്ടിരിക്കുകയാണ്. അവർ ഓടിക്കളിക്കുന്നില്ല, അവർ ചാടി മറിയുന്നില്ല, അവർ കുത്തി മറിയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അടുത്തിരിക്കുന്ന മറ്റു കുട്ടികളോട് സംവേദിക്കുന്നുമില്ല. കാരണം അവർക്കിഷ്ടം ഫോണാണ്. ദയവായി നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ ഫോൺ നൽകാതിരിക്കും. അവർ മനുഷ്യ കുഞ്ഞുങ്ങളായി നല്ല മക്കളായി വളരട്ടെ. വളർന്നു കഴിഞ്ഞ് അവർക്ക് ഫോണൊക്കെ കൊടുക്കാമല്ലോ. നിങ്ങളുടെ സൗകര്യം നോക്കി ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയോ പിടിച്ചിരുത്താൻ വേണ്ടിയോ ദയവായി ഫോൺ കൊടുക്കരുത്.